സിന്ദൂരരേഖ ഭാഗം 28. പിന്നീട് പതിവ് പോലെ തന്നെ 2 വീടുകളിലേക്കും വിളിച്ചു. ഒരുപാട് സമയം അവരോട് സംസാരിച്ചു തീർത്തു. ഉണ്ണി പിന്നെ ജോലിക്ക് കയറിയിരിക്കുന്നത് കൊണ്ട് അവനോടുള്ള സംസാരം രാത്രിയാണ്. അത് കഴിഞ്ഞ് കുറേ സമയം ടി വി കണ്ടിരുന്നു. ടി വി കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഫോണിൽ തോണ്ടിയിരുന്ന് പിന്നീട് കുറച്ച് സമയം ബുക്കൊക്കെ വായിച്ചിരുന്നു. ബുക്ക് വായിച്ച് ബോറടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ഫോണിലിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ഒരു ഹിന്ദി സീരിയൽ കാണുന്നത്. ഹിന്ദി സീരിയലാണ്, ഹിന്ദിയൊന്നും അറിയില്ല, എങ്കിലും സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അവളത് വെച്ചു. ഇഷ്ക് ബാസ്. കുറേ നേരം അതും കണ്ടുകൊണ്ടിരുന്നു. ഹോ, ഈ ഹിന്ദി സീരിയലിലെ നായകന്മാരൊക്കെ ആയിരുന്നെങ്കിൽ എന്നാ ഒരു റൊമാൻറ്റിക്കാണ്. എനിക്ക് കിട്ടിയതൊരു കീരിക്കാടൻ ജോസിനെ ആയിപ്പോയി. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. സമയം പതിയെ രാത്രിയായി തുടങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് നിറം മങ്ങി പോകുന്നതൊന്നും അവൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ബാൽക്കണിയിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിരുന്ന് സീരിയൽ കാണുന്നത് തന്നെ തുടർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് പവർ കട്ടാവുന്നത്. ഒരു നിമിഷം അമ്മാളും ഒന്ന് ശരിക്കും പേടിച്ചു. ചുറ്റിലും കൂരാക്കൂരിട്ട് നിറഞ്ഞു. കത്തിച്ചു വെക്കാൻ ഒരു മെഴുകുതിരി വെളിച്ചം പോലും ഇല്ല. എന്ത് അപ്പാർട്ട്മെൻറ്റാണിത്? കറണ്ട് പോയാൽ ഒരു ഇൻവെർട്ടർ പോലും ഇല്ലേ? അമ്മാളു പുച്ഛിച്ചുകൊണ്ട് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. അയാൾക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ റെൻറ്റിനെടുക്കുമ്പോൾ നല്ലൊരെണ്ണം എടുത്തൂടെ? ഇതിപ്പോൾ കറണ്ടും ഇല്ല, ഇൻവെർട്ടറും ഇല്ല. ഹോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് അവൾ ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും കറണ്ട് വരുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് ആകെ മുഷിച്ചിൽ തോന്നി. ഫോണിലാണെങ്കിൽ ചാർജും തീരാനായി. അതുകൊണ്ട് ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മനുവിനെ വിളിക്കാമെന്ന് കരുതിയായിട്ടാണെങ്കിൽ അവൻ്റെ നമ്പറും ഇല്ല കയ്യിൽ. ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു ഭയം അവളുടെ ഉള്ളിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അറിയാത്ത ഇടാണ്, ചുറ്റിലും പരിചയക്കാരും തന്നെ ഇല്ല. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും ഒന്ന് പറയാൻ ഭാഷ പോലും അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഓരോന്നൊക്കെ ആലോചിച്ച് വെറുതെ അവൾ കാട് കയറിക്കൊണ്ടിരുന്നു. ഫോണിലെ ചാർജ് തീർന്നു പോകുന്നത് അവൾ നോക്കിയിരുന്നു. മനുവേട്ടൻ എന്താ വരാത്തത്? കുറച്ച് സമയം കഴിഞ്ഞിട്ടും കറണ്ടും വരുന്നില്ല. ആ ഇരുട്ടിൽ അങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് ഭയം അധികരിച്ചു വരാൻ തുടങ്ങിയിരുന്നു. ടെൻഷനോടെ അവൾ നഖം കടിച്ചു. ആ പെട്ടെന്ന് ആ ഫ്ലാറ്റിൽ മുഴുവനും മുഴങ്ങിക്കേൾക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ അലർച്ച മുഴങ്ങിക്കേട്ടു. ആ ശബ്ദം കേട്ടയുടനെ തന്നെ അവളുടെ ഫോണിൻ്റെ ചാർജ് തീർന്ന് ഫ്ലാഷ് ലൈറ്റ് ഓഫായി പോയിരുന്നു. അവളുടെ ചുറ്റിലും കൂരാക്കൂരിട്ട് പടർന്നു. എന്താണ് സംഭവം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അമ്മാളു ഭയത്തോടെ ചുറ്റും നോക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനും പേടിയാകുന്നു. ഭയം കൊണ്ട് അവൾ ആകെ വിയർത്തു കുളിച്ചു. പെട്ടെന്ന് അവളുടെ ശ്രദ്ധ ബാൽക്കണിയിലേക്ക് വന്നു നിന്നു. അവിടെ ആരോ ഉള്ളതായിട്ട് അവൾക്ക് തോന്നി. ബാൽക്കണിയിലേക്കുള്ള വാതിൽ അകത്തുനിന്ന് തന്നെ അടഞ്ഞു കിടക്കുകയാണ്. എങ്കിലും അതിനപ്പുറത്ത് ആരോ ഉള്ളതുപോലെ തോന്നി അവൾക്ക്. ശബ്ദം ഉണ്ടാക്കാതെ തന്നെ അവൾ ഒരിടത്തേക്ക് മറഞ്ഞു നിന്നു. പെട്ടെന്ന് ആരോ എന്തോ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ബാൽക്കണിയുടെ വാതിലിൻ്റെ മറവിൽ നിന്ന് ആരോ ഒരാൾ ഓടി ബാൽക്കണി കടന്ന് അപ്പുറത്തേക്ക് ചാടിപ്പോകുന്നത് അവൾ കണ്ടിരുന്നു. ആ വീടിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ അത് കണ്ട് അമ്മാളുവിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നും മനസ്സിലായില്ല. ഉറക്കെ നിലവിളിക്കാൻ തോന്നി ശബ്ദം ഉണ്ടാക്കിയെങ്കിലും പകുതി ശബ്ദം മാത്രമാണ് അവളുടെ നാവിന്ന് പുറത്തേക്ക് വന്നത്. ഭയത്തോടെ അവൾ വാ അടച്ചു പിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തമായി. സോഫയുടെ ഇടയിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ വാ മൂടിപ്പിടിച്ചു. ഭയത്തോടെ കണ്ണുകൾ 4 വാടും പോയിക്കൊണ്ടിരുന്നു. ഭയം അധികരിച്ചു വരുന്നതിനനുസരിച്ച് ഹൃദയമിടിപ്പും കൂടി വന്നു. പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ കേൾക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ചുറ്റും പടർന്നിരിക്കുന്ന ഇരുട്ട് തൻ്റെ കണ്ണുകളിലേക്കും പടർന്നു കയറുന്നത് അവൾക്കറിയാനാകുന്നുണ്ടായിരുന്നു. ബോധം മറഞ്ഞു പോകാൻ നേരത്തും മനുവൊന്ന് വന്നിരുന്നെങ്കിൽ എന്നവൾ ചിന്തിച്ചു പോയിരുന്നു. നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എക്സിബിഷൻ്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മനുവിന് നിന്ന് തിരിയാൻ പോലുള്ള സമയം കിട്ടിയില്ല എന്ന് പറയുന്നതാണ് സത്യം. അതിനിടയിൽ അവൻ അമ്മാളുവിൻ്റെ കാര്യം ശരിക്കു പറഞ്ഞാൽ മറന്നുപോയി എന്ന് തന്നെ പറയാം. സാധാരണ ഇങ്ങനെ എക്സിബിഷനൊക്കെ വരുമ്പോൾ അവൻ ഒറ്റയ്ക്കാണല്ലോ വരാറുള്ളത്. അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് ഒരു ശീലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളെന്നൊരാൾ വീട്ടിലുണ്ടെന്ന കാര്യം അവൻ മറന്നുപോയി. എക്സിബിഷൻ്റെ തിരക്കിൽപ്പെട്ട് രാത്രി ഒരുപാട് നേരം വൈകിയാണ് മനു തിരികെ വീട്ടിലേക്ക് എത്തിയത്. തിരികെ വീട്ടിലേക്ക് പോകാൻ നേരമാണ് അവൻ അവളുടെ കാര്യം ഓർക്കുന്നത് തന്നെ. അന്നേരം അവളെ വിളിച്ചു നോക്കാമെന്ന് കരുതിയിട്ടാണെങ്കിൽ അവളുടെ നമ്പർ അവൻ്റെ കയ്യിലുമില്ല. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മയും ഉണ്ണിയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും വീട്ടിലെത്തിയതിനു ശേഷം അവരെയൊക്കെ തിരിച്ച് വിളിക്കാമെന്ന് കരുതി മനു വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു. നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു അവൻ വണ്ടി ഓടിച്ചത് തന്നെ. ഒരു കണക്കിന് ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെല്ല് 1-2 തവണ അടിച്ചിട്ടും
അവൾ വന്ന് വാതിൽ തുറക്കാത്തത് കണ്ടതും അവൾ ഉറങ്ങിക്കാണുമെന്നാണ് മനു കരുതിയത്. രാത്രി വൈകി വരികയുള്ളൂ എന്ന് ഏകദേശം ധാരണയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനൊരു സ്പെയർ കീ കൂടി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം കട്ടിൽ കണ്ടാൽ പിന്നെ അമ്മാളു ഉറങ്ങുന്നതിൽ ഗിന്നസ് റെക്കോർഡ് വാങ്ങുന്ന ആളാണെന്ന് ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മനു മനസ്സിലാക്കിയതാണല്ലോ. അതുകൊണ്ട് അത് മുൻകൂട്ടി പ്രതീക്ഷിച്ചതുപോലെ അവൻ സ്പെയർ കീ കയ്യിലെടുത്തിരുന്നു. സാർ, അവനങ്ങനെ ഒരുപാട് സമയം കാത്തുനിന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ടും അവൾ വന്ന് വാതിൽ തുറക്കാതെയായതും സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കാമെന്ന് കരുതിയപ്പോഴാണ് അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് എന്തോ പറയാനെന്ന രീതിയിൽ ഓടി വന്നത്. മാഡം ഇവിടെ ഒറ്റയ്ക്കായിരുന്നോ? അയാൾ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ആദ്യം ചോദിച്ചതായിരുന്നു. പെട്ടെന്ന് ഓടി വന്നവൻ അങ്ങനെ ഓടി വന്ന് ചോദിക്കുന്നത് കേട്ടതും സംശയത്തോടെ മനുവിൻ്റെ മുഖവും ഒന്ന് ചുളിഞ്ഞു. അതെ, അവളിവിടെ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ പരിഭ്രാന്തിയിൽ മനുവിനും സംശയം തോന്നി. എന്താ കാര്യം അക്ഷയ്? സാർ, എൻ്റെ അപ്പുറത്തെ മുറിയിലുള്ളവർ പറഞ്ഞതാണ്. ഇവിടെ കുറച്ചു മുൻപാണ് കറണ്ട് പോയിട്ട് വന്നതെന്ന്. ആരോ മനഃപൂർവ്വം പവർ കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇവിടെ കള്ളന്മാരൊക്കെ കയറിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മുകളിലെ നിലയിലുള്ള ആരുടെയൊക്കെയോ എന്തൊക്കെയോ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കട്ടെടുത്തുകൊണ്ട് പോയി. പോരാത്തതിന് ആരെയോ തല്ലിയും വെട്ടിയും ഒക്കെ പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ മനുവിന് ഉള്ളിൽ നിന്ന് ധൈര്യം പതിയെ ചോർന്നു പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു വെപ്രാളവും ഭയവും തന്നെ പിടികൂടുന്നത് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സംസ്കൃതി, സംസ്കൃതി! അവൻ വാതിലിൽ കൊട്ടിക്കൊണ്ട് അവളെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. സർ, അവൻ ഒരുപാട് തവണ വിളിച്ചിട്ടും അകത്തുനിന്നും അവളുടെ പ്രതികരണമൊന്നും കേൾക്കാതെ വന്നതും അക്ഷയ് അവനെ ഭയത്തോടെ വിളിച്ചു. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഷീ മേ ബി സ്ലീപ്പിംഗ്. അവൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ കിടന്നുറങ്ങുന്നൊരു ശീലമുണ്ട്. അങ്ങനെ വല്ലതുമായിരിക്കും. മനു അവനെ സ്വയം പറഞ്ഞാശ്വസിപ്പിക്കുന്നത് പോലെയാണ് അക്ഷയോടത് പറഞ്ഞത്. ഉടനെ തന്നെ അവൻ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ നോക്കി. പക്ഷേ വാതിലാണെങ്കിൽ തുറയുന്നില്ല. അകത്തു നിന്ന് താക്കോൽ അല്ലാതെയുള്ള ലോക്ക് കൂടി അവൾ ഇട്ടിട്ടുണ്ട് എന്നവന് മനസ്സിലായി. സാർ, ഞാൻ താഴെ പോയിട്ട് വല്ല മെക്കാനിക്കിനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അക്ഷയ് വേഗം തന്നെ താഴേക്കോടി. മനു പിന്നെയും വാതിൽ തുറക്കാൻ പറ്റുമോ എന്ന രീതിയിൽ അത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. എന്നിട്ടും അത് തുറയുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ മനസ്സും ഒന്നാകെ തളർന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താഴേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അക്ഷയ് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. സംസ്കൃതി! വീണ്ടും വീണ്ടും അവൻ അവളുടെ പേര് വിളിച്ച് വാതിലിൽ തട്ടിക്കൊണ്ടിരുന്നു. ഒരുപാട് സമയം അവളുടെ പേര് വിളിച്ചങ്ങനെ തട്ടിയിട്ട് പോലും അകത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല. സാർ, മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചതും മനു എന്ത് പറയണമെന്ന് അറിയാതെ നിന്നുപോയി. സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കും. ഞാൻ വിളിച്ചു നോക്കിയിരുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അവൻ ആ ചോദ്യം ഒഴിവാക്കി. എങ്കിലും അവൻ്റെ മനസ്സിലും എന്തുകൊണ്ട് താൻ അവളുടെ നമ്പർ വാങ്ങി വെച്ചില്ല എന്നൊരു കുറ്റബോധവും വന്ന് നിറയാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അക്ഷയ് പോയി മെക്കാനിക്കും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ലോക്ക് അഴിക്കാൻ അത്യാവശ്യം നല്ല സമയം എടുക്കേണ്ടി വന്നു. മനു അതിനനുസരിച്ച് പുറത്തുനിന്ന് ഒരുങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം. ലോക്ക് തുറന്നപ്പോൾ തന്നെ അവൻ അപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് ചാടിക്കയറി. സംസ്കൃതി, സംസ്കൃതി! പരിഭ്രാന്തിയോടെ അവൻ അവളുടെ പേര് വിളിച്ച് മുഴുവൻ കണ്ണോടിച്ച് ചുറ്റും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ വിളിക്കുന്നതിന് അവളുടെ ഭാഗത്തു നിന്നും മറുപടിയായിട്ടൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. 2 മുറികളിലും ബാൽക്കണിയിലും അടുക്കളയിലുമൊക്കെ അവൻ പോയി നോക്കി. എങ്കിലും അവളെ കാണുന്നുണ്ടായിരുന്നില്ല. സംസ്കൃതി! വീണ്ടും അവൻ അവളുടെ പേര് വിളിച്ച് അവിടെ ആകെ നടന്നുകൊണ്ടിരുന്നു. അവളെ കാണുന്നുമില്ല, വിളിച്ചിട്ടാണെങ്കിൽ അവൾ വിളി കേൾക്കുന്നില്ല എന്നായതും വെപ്രാളവും പരിഭ്രാന്തിയും ഭയവും എന്തൊക്കെയോ കൊണ്ട് അവൻ്റെ ശബ്ദം പോലും ആകെ പതറിപ്പോകുന്നുണ്ടായിരുന്നു. ആകെ നിസ്സഹായനായി മാറിപ്പോയൊരവസ്ഥ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.